അപ്പോൾ ഇന്ന് നമുക്കൊരു അവധി ദിവസമാണ്. നമ്മളൊന്ന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബഹ്റൈനിലെ ഹിദ്ദിലുള്ള പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ പാർക്കിലാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്, ഇതുവരെ പോയിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗമല്ലേ, ഇതാണ് കേട്ടോ NSA എന്ന് പറയുന്നത്. കുറച്ചിടെ മുന്നേ ഇത് എല്ലാ ന്യൂസ് ചാനലുകളിലൊക്കെ ഒരു ചർച്ചാ വിഷയമായ സ്ഥലമാണ്. ഇതാണ് ഇവിടെയുള്ള US-ൻ്റെ നേവൽ ബേസ്. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ സിറ്റിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. മണിയൊക്കെ കഴിയുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോഴേ സൂര്യാസ്തമയമാവാൻ പോകുന്നു. ബഹ്റൈനിൽ ഈ ഒരു സമയത്ത് 6:34 സൺസെറ്റ് വരുന്നത്. നമ്മൾ ഏകദേശം ഈ പാർക്കിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഗൂഗിൾ മാപ്പും നമ്മളും തമ്മിലുള്ള കോർഡിനേഷൻ അത്ര ശരിയാവാത്തത് കാരണം ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നേ. സോ അതിൻ്റെ എൻട്രൻസ് കയറുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള എൻട്രി ചാർജ് എത്രയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 300 ഫിൽസ് വീതമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുവാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ഏരിയ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നടക്കാനും കാണാനും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റി ഏരിയാസ് നമ്മൾ വീണ്ടും കണ്ടിരുന്നേ, പക്ഷെ അതൊന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അവിടെ റിനോവേഷനോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്. മുന്നേ ഇവിടെ ഒരു ഡൈനോ പാർക്കൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷേ ഇപ്പം നമ്മൾ വന്നപ്പോൾ അത് നമ്മൾ കണ്ടില്ല.
മേ ബി ഇനി ഓപ്പൺ ആകുമായിരിക്കും. ബോട്ട് റൈഡിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണത്. ഇതുപോലെ തന്നെ പാർക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബോട്ട് റൈഡിംഗ് ഏരിയ വരുന്നുണ്ട്. മോന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു കേട്ടത്. നമ്മൾ കോഴിക്കോടുള്ള മാനാഞ്ചിറ സ്ക്വയർ പോലെ പരന്ന് കിടക്കുന്നൊരു സ്പേസാണ്. നമുക്ക് ഇഷ്ടത്തിന് ഓടിക്കളിക്കുകയൊക്കെ ചെയ്യാം. അവിടെ ഈ ചെറിയ കിളികൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകെ ഓടുന്നതാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ച് റൈഡ്സിലൊക്കെ കയറി ഒരു ഇരുട്ടാവുന്ന സമയമായപ്പം നമ്മളവിടെ ഒന്നും പോന്നിട്ടുണ്ടായിരുന്നു.